ഇത് ഒസാക്കയുടെ ഹൃദയഭാഗത്താണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ പേര് ഡോട്ടാംബോറി എന്നാണ്. ഇതാണ് ഹൃദയഭാഗം, അതായത് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ഓഫ് ഒസാക്ക എന്ന് നമുക്കിവിടെ പറയാം. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. ഒസാക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടാംബോറി റിവറാണ്. ഈ റിവറിൻ്റെ കരയിലുള്ള കടകളും ഫുഡ് കോർട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മറ്റ് ഏരിയകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരുപാട് ഷോപ്പിംഗ് നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഡോട്ടാംബോറി എന്ന് പറഞ്ഞ സ്ഥലം. താഴെ ഡോട്ടാംബോറി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും സൈറ്റ് സീയിങ് ബസ്സുകളൊക്കെ ഇവിടെ സൈഡാക്കുകയാണ്. ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഈ സ്ട്രീറ്റിൽ ഫുൾ ഹാപ്പനിങ് പ്ലേസുകളാണ് ഇവിടെയൊക്കെ. ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒരു രക്ഷയില്ലാത്ത കച്ചവടങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ ഗ്രോസറി ഐറ്റംസ് ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്. എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സെൻറ്ററാണ്. ഫ്രൂട്ട്സിൻ്റെ കടയാണ്. ഫ്രൂട്ട്സൊക്കെ കോൽമേൽ കുത്തി വെച്ചിട്ടുണ്ട്. 300 യെന്നാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞാനൊരു ക്യാൻഡി വാങ്ങി. ഫ്രൂട്ട്സ് ക്യാൻഡി എന്നാണിത് തോന്നുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മളെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് സ്ട്രോബെറിയാണുള്ളത്. ക്യാൻഡി ആയിട്ട് കഴിക്കാനുള്ള സാധനമാണിത്. രസമുണ്ട് കഴിക്കാൻ. കോബെ ബീഫിൻ്റെ ഫ്രൈ ഒക്കെ നടക്കുന്നുണ്ട്. കുറേ റെസ്റ്റോറൻറ്റുകളിൽ കയറുവാനുള്ള ക്യൂവിലാണ് കുറേ ആളുകൾ. അത്രയും നല്ല റെസ്റ്റോറൻറ്റുകളായിരിക്കാം. ബീഫിനൊക്കെ കെട്ടി തൂക്കിയിട്ടത് നമുക്ക് കാണാം. ബീഫിൻ്റെ മോഡലൊക്കെ, കാരണം ബീഫിൻ്റെ കടകളാണ്. കോബെ ബീഫൊക്കെ ആയിരിക്കും മെയിനായിട്ട്. നല്ല രസമായിട്ടുണ്ട്. ഒക്കെ ഫുഡീസാണ് ജപ്പാനീസ്, ഒരു സംശയമില്ല. എല്ലാ സ്ഥലത്തും ഫുഡിൻ്റെ കടകളാണ്. ഇവിടെ വലിയൊരു ഞണ്ട് പിടയ്ക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. നല്ല രസമായിട്ട് ഓരോരോ ക്രിയേഷൻസ്. ഇത് റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ക്രാബ്സാണ്. ക്രാബ്സിൻ്റെ മീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതാണ് ഇതിൽ കാണിക്കുന്നത്. അതിൻ്റെ മെനു ഒക്കെ ഇവിടെ ഉണ്ട്. 10,000 yen വരെയുള്ള ഞണ്ടുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ പല റെസ്റ്റോറൻറ്റുകളിലേക്കും ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ്. കാണാം, ചിക്കൻ്റെ റെസ്റ്റോറൻ്റാണ്. മോമോസ് ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കുന്നത് ഞാനിവിടെയാണ് കാണുന്നത്. പിന്നെ ഫുഡീസ് ഏരിയ ആണിത്. വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും. എന്തായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. രസമുണ്ട് കാണാൻ. കയ്യൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ട് എന്താ ക്യൂ ഫുഡ് കഴിക്കാനായിട്ട്. ഒക്ടോപ്പസിൻ്റെ ഷോപ്പാണ്. ഒക്ടോപ്പസിൻ്റെ ഫ്രൈയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഉണ്ടാക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാം. ജനസാഗരാണ് ഈ ഒരു ഭാഗത്ത്. കാരണം സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒസാക്കയിലെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അടിച്ചു കയറുന്നൊരു സ്ഥലമാണിത്.
എല്ലാ റെസ്റ്റോറൻറ്റിലും ക്യൂ ആണ്. ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്യൂ നിന്നേ പറ്റുള്ളൂ. ഒരു ഒക്ടോപ്പസിൻ്റെ മീറ്റ് ലഭ്യമാകുന്ന സ്ഥലമാണ്. നടന്ന് മെയിൻ റോഡിൻ്റെ സൈഡിലേക്ക് എത്താനായി. നമുക്ക് ഇവിടുന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോവാം, വേറെ സ്ഥലത്തേക്ക് പോവാം. ഒക്കെ ഒരു പ്രത്യേക ഐറ്റംസ് ഒക്കെയാണ്. കാഫേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പോലീസുകാരാണ്. അങ്ങനെ നടന്ന് ഡോട്ടാംബോറിയുടെ വിശാലമായിട്ടുള്ള മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയത്. മെയിൻ റോഡിൻ്റെ ഒരു സ്ട്രീറ്റാണ്. എന്തൊരു ക്രൗഡാണ് ഇവിടെ നോക്കുക, ഭയങ്കര ക്രൗഡാണ്. ഓരോരുത്തർ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്രയൊക്കെ വരിക്ക് നിന്നിട്ട് നമ്മൾ ആ ഫുഡ് വാങ്ങിയാൽ നമുക്കത് ഇഷ്ടപ്പെട്ടോളെന്ന് യാതൊരു നിർബന്ധമില്ല. അതാണ് എന്നെയൊക്കെ അതിൽ നിന്ന് ഈ വരിക്ക് നിൽക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നൊരു ഘടകം. ഇവിടുത്തെ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാന്നല്ലാതെ നമുക്കത്ര ഇഷ്ടപ്പെട്ട് കഴിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ടേസ്റ്റിൽ നിന്നും എത്രയോ ഡിഫറെൻ്റ് ആയിരിക്കും ഇവരുടെ ടേസ്റ്റുകൾ. നമ്മൾ ഡോട്ടാംബോറിയുടെ ഒരു ബ്രിഡ്ജിന് മുകളിലെത്തി. നമ്മൾ ഇവിടേക്ക് വന്നത് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പുറത്തെ സൈഡിലുള്ള ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. തെരുവോരത്ത് ഭിക്ഷാടനുണ്ട്. ജപ്പാനാണെങ്കിലും ഇവിടെയും ഭിക്ഷാടനുണ്ട്. ചില ആളുകൾ ഇവിടെ മ്യൂസിക്കൊക്കെ അവതരിപ്പിച്ചുകൊണ്ട്, ജപ്പാനീസ് മ്യൂസിക്കൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ തെരുവിലെ വിവിധങ്ങളായ ജീവിതങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ജപ്പാനിലും ഭിക്ഷാടനമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ മ്യൂസിഷ്യൻ ശരിക്കും അയാൾ ഭിക്ഷാടനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അയാളൊരു ജോലി ചെയ്തുകൊണ്ട് അയാൾ അതിനുള്ള കൂലി വാങ്ങുന്നു. ഇതുപോലെ ഇരിക്കുന്ന ആളുകളാണ് ശരിക്കും ഭിക്ഷാടനം എന്ന് പറയുന്നത്. ഇതൊന്നും ജപ്പാനീസ് ആയിരിക്കുള്ള നിർബന്ധമില്ല. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളാവാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾ ഒഴുകുകയാണ്. ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ജനത്തിരക്ക് തന്നെയാണ്. ഇവിടുത്തെ ഒരു ഷോപ്പാണ്. ഇല്ലാത്ത സാധനങ്ങളില്ല, എല്ലാം ഉണ്ട്. ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. വലിയൊരു ഷോപ്പിംഗ് മോൾ തന്നെയാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. ടോക്കിയ വാച്ചിൻ്റെ ഷോറൂമാണ്. വാച്ചുകൾ, സോക്സുകൾ, ഞാൻ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നമുക്കവിടെ നല്ല റേറ്റിൽ കിട്ടി. അതൊക്കെ ഒന്ന് കുറച്ച് വാങ്ങിച്ചു. നല്ല രസമായിട്ടുള്ള സ്ട്രീറ്റ്. അങ്ങനെ നടക്കാൻ തോന്നുക. നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു ഫീലാണ്. വിവിധങ്ങളായിട്ടുള്ള ഷോപ്പുകളാണ് എല്ലാ ഭാഗത്തും. ഇവിടെ മറ്റേ ആ സ്ട്രീറ്റിനെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് കുറച്ച് കുറവുണ്ട്. എല്ലാവരും അടിച്ച് കയറിയിരിക്കുന്നത് അവിടെയാണ്. ജാപ്പനീസ് സാക്കികളാണ് ഇതൊക്കെ. ഫുള്ളായിട്ട് ജപ്പാൻ്റെ സ്പെഷ്യൽ ലിക്കേഴ്സാണ്. ഒസാക്കയിലെ മറ്റൊരു സ്ട്രീറ്റിലാണ്
നമ്മൾ ഡിന്നർ കഴിക്കാനുള്ളൊരു പരിപാടിയായിട്ട് വന്നതാണ്. ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ ജാപ്പനീസ് ഡിഷ് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഈ ഏരിയയിലൊക്കെ കുറച്ച് സൈക്കിൾസൊക്കെ ഉണ്ട്. സൈക്കിളൊക്കെ പേ ചെയ്തിട്ട് നമുക്ക് സൈക്കിൾ എടുത്തിട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഇലക്ട്രോണിക് ആണ്. ഇതൊരു കാസിനോ ആണ്. ഇവിടെ ഗെയിം കളിക്കാനുള്ളവർക്ക് കാസിനോയിൽ പോകാവുന്നതാണ്, കാശ് കളയാനുള്ളവർക്കും പോകാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യണത് ഇവിടെയാണ്. നല്ല വെറൈറ്റി ഫുഡുകളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസാണ് എന്നുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള മെനൂസാണ് നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണിത്? ഫിഷ്, വൈറ്റ് ബീൻസ്, സോസേജുകൾ, കട്ട്ലറ്റുകൾ, വെറൈറ്റി ഐറ്റംസ്, ഫ്രഞ്ച് ഫ്രൈസ്, ഓംലെറ്റ്സ്. അവിടെ ഇപ്പം ഇന്ന് കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഐറ്റമാണ് ഡിന്നറിന്. ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് മുഴുവനൊന്നും നമ്മൾ കഴിക്കാറുണ്ടാവില്ല. ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഓരോ ഐറ്റംസ് ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ.